പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ചാരത്ത് വരുന്ന എന്നെ കേൾക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. നാം സേവിക്കുന്ന നമ്മെക്കുറിച്ച് കൺസേൺഡാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തിക്കേണ്ട സങ്കീർത്തനം 116 Psalm 116 അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായതുകൊണ്ട് ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ദൈവമക്കളെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുഭവങ്ങൾ എത്ര ഇപ്പോൾ ചോദിച്ചാൽ പറയാൻ നമുക്കുണ്ട്. അവന് ഉത്തരം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് നേരത്താണെങ്കിലും അവനെ വിളിച്ചപേക്ഷിച്ച് ഉത്തരം പ്രാപിപ്പാൻ നമുക്കൊരു നിലവിളിക്കുക. അവൻ്റെ സന്നിധി നിലവിളിക്കുക. തൻ്റെ ചെവി പൊത്തി കളയുന്നവന് അല്ല. അതുകൊണ്ട് ആങ്സൈറ്റി വന്നാലും ഡിപ്രഷൻ വന്നാൽ നമുക്ക് ഈ നിലവിളിക്കുക ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ഒരു കാര്യം തീരുമാനിക്കാമോ? ഏത് പ്രതികൂലവും പ്രതിസന്ധിയും സ്ട്രെസ്സോ എന്തായാലും മനുഷ്യരോട് കരയത്തില്ല. സ്തോത്രത്തോടെ എൻ്റെ ആവശ്യം എൻ്റെ ദൈവസന്നിധി എൻ്റെ ഹൃദയത്തെ അവൻ്റെ മുമ്പിൽ പകരുമെന്ന്. ദൈവം നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ഓതൻറ്റിക്കലി നാം ദൈവവുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? വിളിച്ചപേക്ഷിക്കുക. അവനോട് ആവശ്യങ്ങൾ പറയുക. റിക്വസ്റ്റുകൾ അറിയിക്കുക. അത് പാട്ടായിട്ട് നിനക്ക് എഴുതാം. ജേർണലിംഗ് ആയിട്ട് നിനക്ക് എഴുതി സൂക്ഷിക്കാം. ചിലപ്പോൾ ഒരു പോയട്രി ആക്കി അതിനെ മാറ്റാം. ഒത്തിരി വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. എന്നെ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾക്കറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും അതിൻ്റെ അക്രോണിംസ് അതിൻ്റെ അന്യമോണിങ്സ് എഴുതി അതെൻ്റെ സ്വന്തമാക്കും. അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വചനം അവനോട് പറഞ്ഞു. പറഞ്ഞാൽ മതി. എൻ്റെ ദൈവം വേറെ ഒന്നും വേണ്ട. ന്യൂറോ സയൻസ് പറയുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നതിനെ നാം അങ്ങേറ്റ് പറഞ്ഞാൽ കൺഫസ് ചെയ്താൽ നാം ഫീൽ ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രെസ് ഉണ്ടല്ലോ, നമ്മുടെ റൈറ്റ് ബ്രെയിനിൽ നാം റിസീവ് ചെയ്യുന്നത് ഒരു കാമിങ് സിഗ്നൽസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് അവിടെ പ്രോസസ്ഡ് ആയിത്തീരുക. നമ്മുടെ ലാംഗ്വേജും അതിൻ്റെ മീനിങ്ങും നമ്മുടെ ഏതൊക്കെ വാക്കുകളുടെ കാര്യത്തിൽ റെസ്പോൺസിബിൾ ആണെന്നുള്ളതൊക്കെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ സൂക്ഷിച്ചിരിക്കും. അല്ലേ? ദൈവം വചനങ്ങളിൽ കൂടെ കൊണ്ടുപോകും. നമ്മളെ വചനങ്ങളിൽ കൂടെ എന്തിനാ നമ്മളും അതുപോലെ ആയിത്തീരാൻ. ദാവീദാണല്ലോ കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ദാവീദ് എഴുതിയ എല്ലാത്തിനകത്തും ദൈവത്തോട് ഉറക്കെ വിളിച്ച സന്ദർഭങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. സാധാരണ നമ്മളെല്ലാം പറയുന്നത് പോലെ കുറേയേറെ കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം കിട്ടി. ദ പ്രാക്ടീസ് ഓഫ് ലാമെന്റ് ഇംപ്രൂവ്സ് അവർ മെൻ്റൽ ഹെൽത്ത്. മനസ്സിലായോ? തീർച്ചയായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. ഒന്നാമതായിട്ട് നിലവിളിച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ എബിലിറ്റി നമ്മുടെ വൈകാരിക തലത്തിലുള്ള സങ്കല്പങ്ങളെയൊക്കെ
ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുവാൻ തക്കവണ്ണം ഇമ്പ്രൂവ് ചെയ്ത് തരും. ഫിസിക്കലും ഇമോഷണലുമായിട്ടുള്ള വേദന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ഒന്ന് റിസോൾവ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ നമ്മെ സഹായിക്കും. അതെപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നതറിയാം നാം കരയുമ്പോൾ നമ്മുടെ ഡിപ്രസീവ് സിംറ്റംസും നമ്മുടെ ആങ്സൈറ്റിയും ഒക്കെ കുറയും. നാം കരഞ്ഞാൽ നമ്മുടെ മൂഡിനെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ കരച്ചിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്ട്രെസ്സ് കുറഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവസന്നിധിയിൽ കരയുമ്പോൾ നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നിലവിളിക്കുന്നത് ഓർമ്മശക്തിയെ ഇമ്പ്രൂവ് ചെയ്യും. ഈ പറയുന്നതൊക്കെ സയൻറ്റിഫിക്കലി ന്യൂറോ സയൻസിലെ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവവിശ്വാസികളായ നമ്മെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ സ്പിരിച്വൽ ഫ്രൂട്ട് നമ്മളിൽ ഉണ്ടാകത്തക്കവണ്ണം അതിനുള്ളൊരു സ്വസ്ഥതയും സ്ഥിരതയും നമുക്ക് ലഭിക്കും. അതിന് നാം എന്തൊക്കെ ചെയ്യണം? 5-6 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഓർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് വാക്കുകൾ ചുരുക്കുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ആത്മീയ നിലവാരത്തിലുള്ള ഡെവലപ്പ് ചെയ്യണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ പറയുന്നതൊക്കെ അനുസരിപ്പാനുള്ള അതെല്ലാം ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സോടെ നാം നിൽക്കണം. ദൈവത്തിൻ്റെ ആ ഡിവൈൻ സോവറിനിറ്റി ഉണ്ട്, ആ ഡിവൈൻ പ്ലാൻ ഉണ്ടല്ലോ, അതിനകത്ത് പൂർണ്ണമായി വെളിവാക്കി വേണം നാം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ. കർത്താവ് നമ്മളെ കംഫർട്ട് ചെയ്യുമെന്നുള്ള അവൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവം നമ്മെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ നമ്മുടെ അടുത്തുണ്ട്. അവൻ്റെ പ്രസൻസ് നമ്മുടെ അടുത്തുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള താല്പര്യം, ആ ഒരു ഹാബിറ്റ് നാം ഡെവലപ്പ് ചെയ്തെടുക്കണം. ദൈവം നമ്മെ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ വിഷമതകൾ അറിയാം. അവന് നമ്മുടെ വിഷമം കാണുന്ന ദൈവം നമ്മുടെ കഷ്ടതകളെയും ദാവീദ് പറയുന്നില്ലേ, അവൻ്റെ കഷ്ടതയും മക്കളെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഓർക്കുന്നതിനെയും ഓർക്കും. എൻ്റെ ലോകം മറന്നു കളഞ്ഞാലും ഞാൻ ഏങ്ങളടിച്ചതും ഞാൻ ദീർഘശ്വാസം വിട്ടതും ഞാൻ ദീർഘശ്വാസം കർത്താവ് കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുത്താൽ നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദത്തിൽ തന്നെ അവന് നമ്മോട് കരുണ തോന്നുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ കാര്യം. സങ്കീർത്തനം 50:15 ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പറയുന്നു, കഷ്ടകാലത്ത് തന്നെ വിളിച്ച് അപേക്ഷിക്കാൻ നീ എന്നെ മഹത്വപ്പെടുത്തുകയും വിടുതൽ നടന്നു നീങ്ങുവാനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിനക്ക് കാണിക്കാൻ പറ്റുമോ? എല്ലാ ഡിപ്രഷൻസും നിൻ്റെ ട്രോമാസിനെ നീ മറന്നു കളക. ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരം നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. സങ്കീർത്തനം 17 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്.
ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നിന്റെ ചെവിയങ്ങളിലേക്ക് ചായ്ച്ച് നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്ന വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ള നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്ന അത്ഭുത കാരുണ്യം കാണിക്കണമേ. കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചു. ദൈവം നിന്നെ മറയ്ക്കും. ദൈവം നിന്റെ കുടുംബത്തെ മറയ്ക്കും. കുഞ്ഞെ, നിന്റെ കുടുംബത്തെ തലമുറകളെ മറയ്ക്കും. നിന്റെ തലമുറകളെ കണ്ണൻ്റെ കൃഷ്ണമണി പോലെ നിന്നെ സൂക്ഷിക്കും. കണ്ണൻ്റെ ദൈവങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കും. നിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഞങ്ങൾക്ക് ഉത്തരം തരുന്ന കർത്താവ്, ഞങ്ങൾക്ക് ഉത്തരം കഷ്ടകാലത്ത് ഇന്ന് വരെ ഞങ്ങളെ പരിപാലിച്ച് നടത്തി. ഇനിയും പരിപാലിക്കുമെന്നുള്ള വാഗ്ദത്തം ഞങ്ങൾ ആ വാഗ്ദത്തത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എന്നെ രക്ഷിക്കുമെന്ന് യഹോവ എന്നെ രക്ഷിക്കും. കൺഫസ് ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനാൽ സ്വത്രമേശുണ്ട്.